പോയേ മാളു. മാളു അമ്മായി വഴക്കുറിയ മാളു. എന്തായാലും ഫ്രണ്ട്സ് അതൊരു കുറ്റം പറയില്ല. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പോയേ മാളു. പ്ലീസ് ചേച്ചി, അമ്മായി വഴക്കുറിയ മാളു. നമുക്ക് സമ്മതിപ്പിക്കാം. അയ്യോ, ഞാൻ പറയില്ല. നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു തരാം. ഞാൻ എങ്ങനെ പറയും? അമ്മായി സൂക്ഷിച്ചിട്ടാ. ഇത് പറയാൻ അറിയാലോ, ഇതും കൂടെ പറ. ആ തട്ട് വെച്ചില്ലേ, ഞാൻ തട്ടെടുത്തോണ്ട് വരാം കേട്ടാ. തട്ട് വേണ്ട മോളെ, ഇതേ നമ്മൾ ഈ തിളച്ച വെള്ളത്തിൽ ഇട്ടാ മതി. അയ്യോ അല്ലമ്മ, ഇത് ആവിക്ക് വെക്കണതല്ലേ. എന്റെ പൊന്നുമോളെ, ഓണമായിട്ട് എന്നെ കൊണ്ട് വഴക്ക് പറയിക്കല്ലേ, പറഞ്ഞേട്ടല്ല. ഇത് ആവിക്ക് വെക്കണ സാധനമാ. അല്ല മോളെ, ഇതേ ഞാൻ ഈ പിള്ളേരൊക്കെ പോയതിന് ശേഷേ ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇത് എനിക്ക് ഈ സേവനാഴിയിൽ പിഴിയാനും എടുക്കാനും ഒന്നും എന്നെ കൊണ്ട് പറ്റാത്തോണ്ടേ ഇതിങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തടുത്ത് പോകൂലേ? ഇല്ല മോളെ. ദൈവം, ഈ പെണ്ണ് എന്താണോ കാണിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പെണ്ണ അമ്മായി വിളിക്കണേ. വന്നു വന്നു അല്ല, പൂവൊക്കെ വെച്ച് സുന്ദരിയായിട്ടിരിക്കല്ലേ, അതാ ഞാൻ പെണ്ണെന്ന് വിളിച്ച. എത്ര നേരം എടുക്കും അമ്മായി? ഇപ്പം കണ്ടോ എന്റെ പൊന്നു മോള് കേട്ടോ, സൂപ്പറാ. ചോറ് ഊറ്റിയെടുക്കണ പോലെ ഊറ്റിയെടുക്കണ. ഇപ്പൊ അമ്മയെ ചീത്തറയാൻ തോന്നണ? ഇല്ല, എളുപ്പപ്പണി. എന്നാ കെട്ടിപ്പിടിച്ചൊരു മുത്തെന്താ? അതിനെന്താ? പോകാം പോകാം. അമ്മയുടെ വെറൈറ്റി ഇടിയ പോട്ടാ. എന്താ വെറൈറ്റി? നമ്മൾ ഇന്ന് വരെ ഉണ്ടാക്കാത്ത രീതിയിലാണ് അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെ അമ്മായി? തിളച്ച വെള്ളത്തിൽ ഇട്ട് വേവിച്ചെടുത്ത്. അല്ല, അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴേ നിങ്ങൾ എന്താ രഹസ്യം പറഞ്ഞ? അമ്മായി കേൾക്കൂന്നൊക്കെ പറഞ്ഞിട്ട്. അത് അല്ല, അത് ചേച്ചിയുടെ രണ്ട് കൂട്ടുകാരിൽ വരുമെന്ന് പറഞ്ഞില്ലേ? അതൊന്നും അല്ല, അതൊന്നും അല്ല. അത് ഞാൻ കേട്ട എന്താണ് കുഴപ്പം? നിങ്ങൾ കഴിക്ക്, ഇഷ്ടംപോലെ പണിയുണ്ട്. തേങ്ങ അരയ്ക്കാനൊക്കെ ഒന്നും നീ സഹായിക്കാൻ വേണ്ട. അതെ ചേച്ചി, എന്തെങ്കിലും സഹായം? ഒരു സഹായം നിന്റെ വേണ്ട. എന്റെ സഹായം എല്ലാം മതിയായി. നമുക്ക് എണീക്കാം. ഞാൻ ഈ കട്ടൻ കുടിച്ചോട്ടെ. നിനക്ക് സമാധാനമായല്ലോ അല്ല മാളു? എന്നെ കൊണ്ട് പട്ടുസാരി ഉടിപ്പിച്ച് രാവിലെ അമ്പലത്തിലും പോയി പൂവും വെച്ച് നല്ലൊരു ദിവസമായിട്ട്. ഞാനും അങ്ങനെയാണല്ലോ. ആരെങ്കിലും ഓണത്തിന് വെക്കൂല മാളു, നീ കാരണമാണ് എന്നെ ചീത്തപ്പേര് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് വിശേഷ ദിവസങ്ങളിലെല്ലാം നോൺ വെജ് ഒക്കെ വെച്ച് ആഘോഷിക്കും. അത് വിശേഷ ദിവസങ്ങളിൽ ആഘോഷിക്കും. അതിന് ഓരോ ക്രിസ്മസ് ഉണ്ട്, ന്യൂ ഇയർ ഉണ്ട്. ആ, അപ്പൊ ഇത് ഓണമല്ലേ, ഓണത്തിന് എല്ലാരും പച്ചക്കറിയാ കഴിക്കുന്നത്. കാലം മാറി മോളെ. കാലം മാറിയെന്ന് പറഞ്ഞാൽ ഓണം മാറുമോ? അങ്ങനെ ഈ ഓണത്തിന് സദ്യന് കഴിക്കണം, വെജിന് കഴിക്കണം, അങ്ങനത്തെ നിയമമൊന്നും ഇല്ല. പണ്ടത്തെ ആൾക്കാർ നോൺ വെജ് ഒന്നും കിട്ടാത്തതായോട് പറഞ്ഞു. നീ നോക്കിക്കോ, അമ്മായിയുടെ മുഖം വീർത്തിരിക്കും. അത് അമ്മായി ഓൾഡ് അല്ലേ, അതുകൊണ്ടാ കേക്കണ്ട. കിട്ടും നിനക്ക്. ഇനി നോക്കിക്കോ, എന്റെ കൂട്ടുകാർ വരുമ്പോ നീ അവരെന്ത് പറയും നോക്കിക്കോ കേട്ടോ. അമ്മായിയുടെ ആയിരിക്കണം ചേച്ചി കേട്ടോളാം. നീ കേക്കണം. ചേച്ചി കേൾക്കും, ഞാൻ അമ്മായിയുടെ ഭാഗത്തേ നിൽക്കോളൂ. ചേച്ചി പേടിക്കും. ഞാൻ പറയും ചേച്ചിക്കാണ് നോൺ വെജ് ഇല്ലാത്ത പറ്റില്ല എന്ന് പറയും. കാര്യം എനിക്ക് നോൺ വെജ് ഇഷ്ടം, പക്ഷെ എനിക്കങ്ങനെയാണല്ലോ. ചേച്ചിക്ക് നോൺ വെജ് കഴിക്കാൻ ഇഷ്ടമാണ്. ഇഷ്ടമാണ്, അല്ലാതെ ഞാൻ പറഞ്ഞില്ല. പക്ഷെ
അമ്മായി വഴക്കുറയും. അതുകൊണ്ടല്ലേ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ നോൺ വെജ് വെച്ചല്ലോ. ആ വെച്ച അതിന് നല്ലോണം ചീത്തയും കേട്ടായിരുന്നല്ലോ. അതെ. ഇത് മാറ്റിക്കോ. നീ നോക്കിക്കോ, ഇത് വെച്ച് ഞാൻ കണ്ണൊക്കെ തിരുമ്മി ഞാൻ എന്തിനു കണ്ണങ്ങാനും കൊണ്ടാൽ. ഓ എനിക്ക് ഞാൻ ഇഞ്ചി ചെയ്തപ്പോഴും എന്റെ കണ്ണിൽ തെറിച്ച്. പൊന്നോ ഉപ്പ് മതി, പേടി എനിക്ക് ഉപ്പിടാൻ. തേങ്ങാപ്പാൽ എടുത്തുണ്ടോ? ഉപ്പുണ്ടോ നോക്കി? ഉണ്ടോ? ഉറപ്പാണോ? ഉണ്ടല്ലോ. ഇപ്പൊ സെറ്റായി. കുറച്ച് വിനീഗർ ഒഴിച്ച വേണ്ട, ഞാൻ ഒഴിച്ചോളാം. നാരങ്ങ ഒഴിക്കാം, പക്ഷെ ചിലവർക്ക് ചെമ്മീനിൽ നാരങ്ങ ചേരൂല. ചേച്ചിക്ക് പറ്റില്ലല്ലോ. എനിക്ക് പറ്റൂല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ നാരങ്ങ ഒഴിക്കാത്ത. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. അവറ്റും കൂടെ വരണല്ലേ, പറയാൻ പറ്റില്ലല്ലോ. അതെ അതെ, അവർക്ക് ചേർന്നില്ലെങ്കിലോ. മാറി അടുപ്പൊന്ന് കത്തിച്ചേ. അയ്യോ, കറിവേപ്പില എടുത്തില്ല. അയ്യോ, എന്താണോ കാണിച്ചേ? എങ്ങനെയാ സൗണ്ട് കേൾക്കും? ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും സൗണ്ട് കേൾക്കുമെന്ന്. നീ ആ വെള്ളം ഒഴിച്ച് പറഞ്ഞത് പൊട്ടണ്ടോ ഇല്ലയോന്ന് പോലും അറിയാൻ പറ്റണല്ലോ ഇപ്പൊ. ആ പൊട്ടുന്നുണ്ട്. എന്നാ രണ്ടു മൂന്നെണ്ണം ഉരിച്ചിട്. ഇതൊന്നും സൗണ്ട് കേൾക്കാത്ത ഇടുമാളും എല്ലാം കൂടെ ഒരുമിച്ച് മതി. കണ്ട, ഇപ്പോഴാണ് ആ മണം വന്നത്. വീഴ്ത്താണ്ട നോക്കണേ. മഞ്ഞപ്പൊടിയാ, പോവില്ല. അമ്മായിയുടെ പണി തീരുന്നതിന് മുന്നേ ഇത് ഉണ്ടാക്കി വെക്കുക. അവരുടെയൊക്കെ മുന്നിലാവുമ്പോഴേ ഇത് കാണുമ്പോൾ നമ്മളെ വഴക്കുറയില്ല. നമ്മൾ മാത്രം ഉള്ളപ്പോഴേ ചിലപ്പോൾ വഴക്കുറയുള്ളൂ. കുറുകിയ തേങ്ങാപ്പാൽ അടിപൊളി. നീ പോയി മൂടി എടുത്തുണ്ടോ? നമുക്ക് ഇടയ്ക്ക് പോയി അമ്മായിനെ മുഖം കാണിക്കണം, അല്ലെങ്കിൽ അമ്മായിക്ക് സംശയം അടിക്കും നമ്മളെ. അടച്ചു വെച്ചോ. നമുക്ക് അമ്മായിട്ട് പോയിട്ടേ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് വരാം.
വാ വാ ആ പാത്രം എടുത്തോ. ഇതൊന്നും കളയാനൊന്നുമില്ലല്ലോ. എനിക്കറിയാൻ പാടില്ല, തുറന്നു നോക്കി. ഞാനിത് പണ്ട് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ മറന്നുപോയി. സൂപ്പർ. സൂപ്പറാ. ഇതെടുക്കാം. ആ ഇത് ഇതപ്പുറത്തേക്കോ? ഞാൻ പറഞ്ഞുതരാം. ഷുഗർ ഉള്ളവർക്ക് കഴിക്കുന്ന സാധനമാണ്. പിയറിന്റെ കണ്ടേസ്. പിയർ സാബർ ജില്ലയുടെ ഒരു ഇല്ല മായി. ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല, എന്നാലും കൊള്ളാം. ബിന്ദുവും സുമിയും വരണതിന് മുന്നേ എല്ലാ പണിയും തീർത്തു വെക്കണം, എന്നാലും അവരോട് സംസാരിച്ചിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ വരുമ്പോൾ പണിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടായി. അവരെ കൊണ്ട് കുറച്ച് പണി ചോദിച്ചാലോ? ഞാൻ ചെയ്യലുണ്ട് കൂട്ടുകാരികളെ കൊണ്ട്. അതിഥി ദേവോഭവ. ഞാൻ പോവാണേ. നീ വന്നാ മതി. പിടിക്കണ്ടേ? അമ്മായി കഴിച്ചോട്ടാ, അമ്മായി നല്ലതാ, കഴിച്ചോ. ഞാനും പോട്ടെ. ഓക്കെ സെറ്റ്. നീ നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട്. മറ്റേ നീ ഇതെടുത്തിട്ട് വാ, ചെമ്മീൻ എടുത്തിട്ടോ. അമ്മായി വിചാരിക്കുവേ ഇത് മോരേറിയ. പയ്യണ്ടിട്ടെ. പിന്നെ നീ കാല് കൊണ്ടിടുവോ? അയ്യോ കോമഡി. അപ്പൊ നീ പറഞ്ഞ എന്താ കോമഡി അല്ലേ? അല്ല, ഞാൻ പറഞ്ഞ സ്പൂൺ ഇട്ട് അങ്ങനെയല്ലോ. നീ മേലാ ചോദിക്കരുത് കേട്ടാ. ഞാൻ കഴിഞ്ഞ ചെമ്മീൻ ഇവിടെ കിടക്കണേ. അതെന്താ? ഞാൻ കഴിഞ്ഞ മേടിച്ചേ. ഓ അങ്ങനെ. ചേച്ചിക്ക് ഇന്ന് ഫുൾ കിളി പോയി കിടക്കാടാ. ഓക്കെ സെറ്റ്. നല്ല ടേസ്റ്റ് ചേച്ചി കറി, ഭയങ്കര ടേസ്റ്റ്. ആണോ? സന്തോഷായി. ഭയങ്കര ടേസ്റ്റ്. എന്തായാലും ഫ്രണ്ട്സ് അതിന് കുറ്റം പറയില്ല. ഓ സമാധാനം. ഭയങ്കര ടേസ്റ്റ് കേട്ടാ. നീ ചെമ്മീനൊന്ന് വെന്ത നമ്മുടെ കറി റെഡി. ഓക്കെ. ഇനി നമുക്കൊന്ന് അമ്മായിനെ പോയി മുഖം കാണിക്കാം. മുഖം കാണിക്കാം. മുഖം കാണിക്കുമ്പോ ഇത്തിരി കറിവേപ്പില. ഡെക്കറേഷനും കഴിഞ്ഞു. ഇനി ക്ലോസ്. ഇപ്പൊ തന്നെ വെവ്. തുറന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ട. അയ്യോ ഭയങ്കര ഭംഗിയല്ലേ കാണാൻ. ഇത്തിരി നോക്കി ടേസ്റ്റ് അറിയാൻ പറ്റുമോ? നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം ടേസ്റ്റ്. എരിയും കൂടി ആയപ്പോൾ സൂപ്പർ കേട്ടോ. പൊളി, അടിപൊളി. എടുക്കാം. ഡൺ. ചേച്ചി സദ്യയൊക്കെ ആക്കിക്കാടോ. റെഡിയാവോ? പിന്നെ അവളെപ്പോഴേ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ എന്നെ കൊണ്ട് കഴിയണതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. സദ്യയല്ലേ? തപ്പൊക്കെ സെറ്റായല്ലേ? നല്ല ഭംഗിയുണ്ട്. അവിടേക്ക് ഓറഞ്ച് അങ്ങാക്ക് കുറച്ചുകൂടെ ഒരു വലിയ പൂവാണല്ലേ? അതാണ് ചേച്ചി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓ ഹാപ്പി ഓണം. നല്ല ഭംഗിയുണ്ടല്ലോ. ഇങ്ങിട്ടാണോ? നന്നായിട്ടുണ്ട്. സരിത ചേച്ചി അവര് വന്ന് വാ. ഹലോ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സെയിം ടു യു. എന്താ ഇത്ര വൈകിയേ? കുറച്ച് വൈകിപ്പോയി, ഇങ്ങോട്ട് എത്താൻ കുറച്ച് വൈകി. നല്ല പൂക്കളം. ഞാനും അമ്മായി അപ്പോ സദ്യ ഉണ്ടാക്കുന്ന ഇരിക്കടാ. ഞാൻ സദ്യ ഉണ്ടാക്കുന്ന തിരക്കിലായി പോയി. ഇരിക്കട്ടെ. ഇവിടെ ഓണം എവിടം വരെ ആയി?
വീട് വരെ ആയി. സദ്യയൊക്കെ എന്തായി? സദ്യയൊക്കെ സെറ്റ് എന്തൊക്കെ സ്പെഷ്യൽ ഇന്ന്? പായസം സ്പെഷ്യലൊക്കെ ഉണ്ട്. എത്ര പായസം ഉണ്ട്? സർപ്രൈസ് ആണ്. അതെ സ്പെഷ്യൽ ഓണക്കോടിയാണോ ഇത്? നല്ല കളർ അല്ലേ? നൈസ്, നന്നായിട്ട് നല്ല കോമ്പിനേഷൻ ആണല്ലേ? യെല്ലോയും ബ്ലാക്ക്. വളരെ ഭംഗിയുണ്ട്. ഇവള് ചതിച്ചടാ. എന്ത് പറ്റി? ഇവള് ഒരു മഞ്ഞ പറഞ്ഞു വെച്ചിരുന്നു, ആ മഞ്ഞ റെഡി ആയില്ല. ഒരേപോലെ ഇടാൻ വേണ്ടി ഒരേപോലെ ഇടാൻ വേണ്ടി. ചതിച്ച്. ബിന്ദുന്റെ ഓണം ഇവിടെ വരെ എത്തി. ഒരു നാട്ടുമ്പുറമാണ് പാലക്കാട്. അപ്പൊ കുറച്ചുകൂടെ ആ രീതിയിലാണ് അവിടെ ഓണാഘോഷിക്കുന്നത്. ഇപ്പൊ എവിടെയും കാണാനില്ല, പൂക്കളൊന്നും ഇല്ലല്ലോ, ഇപ്പൊ കുറവല്ലേ. ഇല്ല, പക്ഷെ നമ്മള് അവിടെ എല്ലാവരും ആ സമയത്ത് കുറച്ച് പ്രത്യേകിച്ച് കാശിത്തുമ്പ് അങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ പൂക്കളൊക്കെ ഉണ്ട്. അതൊക്കെ ചെടിപ്രാന്തിയാണിത്. എവിടെ ചെടി ഉണ്ടെങ്കിലും അപ്പൊ അതിനുവേണ്ടി ഉണ്ടാക്കും. സുമിയുടെ ഓണം എങ്ങനെയാ? എന്റെ ഓണം എന്താ, ഞാൻ ഫ്ലാറ്റിലാണ്. ഫ്ലാറ്റ് ആകുമ്പോൾ നമുക്ക് ഊഞ്ഞാലിടാൻ പറ്റില്ല. ഓൾറെഡി ഒരു ഊഞ്ഞാൽ അവിടെ ഉണ്ട്, അല്ലാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഊഞ്ഞാലിടാൻ പറ്റില്ല. പിന്നെ ഫ്ലാറ്റിൽ തന്നെ ഒരു ഓണാഘോഷം ഉണ്ട്. പിന്നെ അത്ത വിടാനുള്ള ഒരു സ്പേസും ഇല്ല. അമ്മ എന്താ മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ അതിന്റെ ഇടയ്ക്ക്? പിന്നെ ഞാൻ എന്റെ ഇടയ്ക്ക് ഇപ്പോഴത്തെ ചെറിയ ഓണമൊക്കെ എങ്ങനെയായിരുന്നു? വയസ്സായവർ അതിന്റെ ഇടയ്ക്ക് കയറി അമ്മയുടെ ഓണക്കോടിയാണോ അത്? ആ, ഇതെന്റെ ഓണക്കോടിയാണ്. നല്ല ഭംഗിയുണ്ട്. എങ്ങനെയുണ്ട്? നന്നായിട്ടാണ്. എന്നെ എന്റെ മക്കളാണ് എന്നെ ഇതാക്കിയത്. ഇവള് മാത്രം ഞങ്ങളെ ചതിച്ചു. ആണല്ലേ? പഞ്ചകി. വേറെ വീട് പറഞ്ഞല്ലോ, ചതിച്ച്. മോളെ, മക്കള് രണ്ടുപേര് വന്നു, ക്ഷീണിച്ചൊക്കെ വന്നതല്ലേ അവര്. എന്നിട്ട് അവർക്ക് ഇത്തിരി വെള്ളം എന്തെങ്കിലും കൊടുത്താ? വെള്ളമല്ല, സദ്യ കഴിക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് കഴിക്കാം. കഴിക്കാം. ശരി. ഇനി എന്റെ സ്പെഷ്യല്. സ്പെഷ്യൽ ഉണ്ടോ? അമ്മായിക്ക് അറിയില്ല എന്താ സ്പെഷ്യൽ എന്നുള്ളത്. അമ്മായിനെ ഞങ്ങള് ചതിച്ച് വീണ്ടും ചതിച്ച്. ചരിതാ, ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്നെ ഒളിച്ചിട്ടല്ല ഇതെല്ലാം ഉണ്ടാക്കിയത്. അറിയില്ലായിരുന്നോ? പറഞ്ഞിട്ടില്ല. ഇല്ല മോളെ, സദ്യയല്ലേ, ഓണമല്ലേ. ഇവര് ഇത് സംഘടിപ്പിച്ച് വെച്ചത് ഞാൻ അറിയണില്ല. അമ്പലത്തിൽ നിന്നപ്പോ അനിയത്തിയും ചേട്ടത്തിയും കൂടെ അങ്ങനെ ഒരു രഹസ്യം പറച്ചിലുണ്ടായിരുന്നു. അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കൂട്ടുകാരി വരുന്നതാണ് മാളു. കൂട്ടുകാരി വരണ അതാണെന്ന്. ഇതിപ്പോ കുറച്ച് കളറായി. അതെ അല്ലേ? സാധാരണ സദ്യ എന്ന് പറയുമ്പോൾ നമുക്ക് വെജാണ്. ഈ മലബാർ സൈഡിലെല്ലാം ഓണസദ്യക്ക് ഒരു നോൺ വെജ് ഉണ്ടാവും. ആശ്വാസായി. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. നമ്മൾ അയ്യോ ഇതെങ്ങനെ അന്നത്തെ ദിവസം ഇവര് കഴിക്കുന്നത്, അവരെല്ലാവരും ഉണ്ടാക്കും. അല്ല, ചിലർക്ക് എങ്ങനെയാടാ സദ്യയുടെ കൂടെ അവർക്ക് നോൺ വെജ് മസ്റ്റ്. അമ്മായിക്ക് അങ്ങനെയാ. അമ്മായി വഴക്കുണ്ടാക്കും. കഴിഞ്ഞ പ്രാവശ്യം വിഷുവിന് നോൺ വെജ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കൊറേ നേരം മുഖം വീർപ്പിച്ചിരുന്നു. ഇപ്പൊ പിന്നെ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മുഖം വീർപ്പിക്കണ്ടെന്ന് വിചാരിച്ചു പോണല്ലോ അല്ലേ? കാലത്തിനനുസരിച്ച് അത് തന്നെ. നേരിട്ട് അറിയണമെന്ന് പറഞ്ഞ കുറേ ദിവസം ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. അതൊരു ഓണം സ്പെഷ്യൽ ആയിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാട്ടോ. ഞാൻ വെജിലേക്കേ പോകുന്നില്ല, ഇത് മാത്രം വെച്ചോണ്ടിരിക്കുന്നു. സരിത, ഇതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരണേ. പറഞ്ഞുതരാം. എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നിട്ട് ഒരു കാര്യമില്ല. അതെന്താ? കുക്കിംഗ് ഇഷ്ടമല്ല? കുക്കിംഗ് ഇഷ്ടമല്ല, എനിക്ക് അറിയത്തില്ല. ചേരുവകളെല്ലാം ഒന്നാണെങ്കിലും ഓരോരുത്തരും വെക്കുന്നതിന് ഓരോ ടേസ്റ്റ് അല്ലേ? അതാണ് ഈ കാണുന്നത്. നിനക്ക് നല്ല കൈപ്പുണ്യുണ്ട്. താങ്ക് യു. പോരുന്നോ എന്റെ കൂടെ? ഇറങ്ങി വാ. പായസം കഴിച്ചോ? പായസം കുടിച്ച്. ഷുഗർ ഒന്നും ഇല്ലല്ലോ?
സദ്യയിലെ പായസല്ലേ സുമി, ഇലയിൽ കഴിക്കുമ്പോ പ്രത്യേക രുചിയാ. എരിവും പുളിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത പായസത്തിന് അച്ചാറ് കൂട്ടി കഴിക്കണം. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അച്ചാറ് കൂട്ടി കഴിക്കാൻ. ഭയങ്കര ടേസ്റ്റാ.